പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ പി സിയിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം എനിക്കറിയാവുന്ന കുറേ അധികം ആളുകളുണ്ട്. അവിടെ വീട്ടിൽ പി സി ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇതുപോലത്തെ RGB ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ PCs ഉണ്ടാവും. പക്ഷെ അത് അവർക്ക് ഓൺലൈൻ ക്ലാസ്സിന് യൂസ് ചെയ്യാനൊക്കെ കുറച്ച് സ്ട്രഗിൾ ആയിരിക്കും. കാരണം ചില ആളുകളുടെ വീട്ടിൽ വൈഫൈ ഉണ്ടാവില്ല. അവർ ജസ്റ്റ് അവരുടെ ഫോണിൽ ഇൻ്റർനെറ്റ് USB വഴി കണക്ട് ചെയ്തിട്ട് ടെതർ ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ടെതർ ചെയ്തൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഫോൺ ജസ്റ്റ് വേസ്റ്റ് ആയിരിക്കും. കാരണം ഫോൺ ജസ്റ്റ് അതിൽ കണക്ട് ചെയ്തിട്ട് വെക്കേണ്ടി വരും. ഈവൻ ഒരു വീട്ടിൽ തന്നെ 2 ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റ് ടൈം നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു PC ഉണ്ട്, ഒരു ഫോണും ഉണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു ഫോൺ ജസ്റ്റ് PCയിൽ ഇൻ്റർനെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ USB കണക്ട് ചെയ്തിട്ട് ഇടണം. ഈവൻ അത് രണ്ടും കൂടെ ഒരുമിച്ച് കാണാൻ നോക്കി കഴിഞ്ഞാൽ അത് ആ USB ഇളകി ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർനെറ്റ് റീകണക്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഒരു വീഡിയോ നല്ല രീതിക്ക് തന്നെ യൂസ്ഫുൾ ആവും. ഈവൻ വൈഫൈ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിലും അവർ ജസ്റ്റ് ആ ഒരു ഇൻ്റർനെറ്റ് കേബിൾ കുറേ റൗട്ട് ചെയ്ത് കൊണ്ടുവരണം എന്നൊക്കെയുള്ള മടി കൊണ്ട് മേ ബി PCയിൽ നെറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈവൻ ഒരു പുതിയ PC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഹൈ എൻഡ് മദർ ബോർഡ്സ് എടുക്കുന്ന ആളുകളുണ്ട്. ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് B450 വൈഫൈ ബോർഡാണ്. ഇതിന് ഏകദേശം 14,000 റേഞ്ചൊക്കെയാണ് വരുന്നത്. ഒരു ഹൈ എൻഡ് ബോർഡാണ്, അത് വേറെ കാര്യം. ഇവനൊരു കുറഞ്ഞ DS3H പോലുള്ള വൈഫൈ ബോർഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 7,800 ആ ഒരു 8 സംതിങ് ഒക്കെ വരുന്നുണ്ട് ആ ഒരു ബോർഡിനൊക്കെ. ഇവൻ അത്രയൊന്നും ഒരു ബോർഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു A320 ബോർഡോ അല്ലെങ്കിൽ B450 സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോർഡ് എടുത്താലും നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ചെറിയൊരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും. ചെറിയൊരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊരു PCയിലും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരു USB-യുടെ ആ ഒരു വലിപ്പം പോലും ഇല്ല. ഇത് ഒരു USB-യുടെ ഒരു വലിപ്പം പോലും ഇല്ല. USB-യുടെ ഒരു ഭാഗമേ ഉള്ളൂ ഈ ഒരു സാധനം. ഇത് യൂസ് ചെയ്ത് ഒരു 150 Mbps വരെ റിസീവ് ചെയ്യാൻ കഴിവുള്ള ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു USB ഡോങ്കിളാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിൻ്റെ ആൾട്ടർനേറ്റീവ്സ്, ഇതെങ്ങനെയാണ് നമ്മുടെ PCയിൽ യൂസ് ചെയ്യുക, കണക്ട് ചെയ്യുക, ഡ്രൈവേഴ്സിൻ്റെ എങ്ങനെയാണ് ഇത് പരിപാടി, അങ്ങനത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടാവും. എനിക്ക് ഇങ്ങനത്തെ RGB PC തന്നെ വേണമെന്നൊന്നുമില്ല ഇതുപോലത്തെ ഇത് കണക്ട് ചെയ്യാനായിട്ട്. ഇന്റലിൻ്റെ കോർട്ട് ഡ്യുവൽ പ്രോസസ്സറുള്ള PCയിൽ പോലും ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് അറിയാമായിരിക്കും ഇത് USB ഡോങ്കിളിൻ്റെ കാര്യം, ചില ആളുകൾക്ക് അറിയാമായിരിക്കും. അറിയാത്ത ആളുകളുണ്ട് കുറേ അധികം ആളുകൾ. ഇവൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വിളിച്ച സമയത്ത് അവൻ ഈ ഒരു പ്രശ്നം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് ഈ ഒരു സംഭവത്തിൻ്റെ കാര്യം പബ്ലിക്കിന് അറിവ് കുറവാണ്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തേക്കുക. എനിവേ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ സിമ്പിൾ ആൻഡ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതെ, ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ടാക്സെൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെഫറൽ കോഡ് ചോദിക്കും. ആ റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഫറൽ കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ സൈനപ്പ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് 20 കോയിന് കിട്ടും. ഇതിലെ ഒരു കോയിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 ഇന്ത്യൻ റുപ്പീസ് ആണ്. അതായത് നിങ്ങൾക്ക് 20 റുപ്പീസ് കിട്ടും. എന്നിട്ട് പ്ലാൻ ആവും എന്നുള്ളത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് വരും. ഞാൻ ജസ്റ്റ് സിൽവർ സെലക്ട് ചെയ്തു. അത് കൊടുത്ത് പ്ലാൻ ആവും എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 മുതൽ 9 വരെ നമ്പേഴ്സ് നിങ്ങൾ കാണും. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പർ പ്രെഡിക്റ്റ് ചെയ്യുക. ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ പ്രെഡിക്റ്റ് ചെയ്യുക. അവരും ഈ ഒരു നമ്പർ തന്നെ, നിങ്ങൾ കൊടുത്ത എക്സാക്ട് നമ്പർ തന്നെയാണ് അവരും കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് പ്രെഡിക്ഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം അതിന്റെ 9 ടൈംസ് ഇൻക്രീസ് ആവും. അതായത് നിങ്ങൾ അതിലൊരു 10 കോയിൻ ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 90 കോയിൻസ് ആയിട്ട് മാറും. ഇതിലോട്ട് കോയിൻ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് മോഡലായിട്ടുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, UPI അതുപോലെ തന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് കോയിൻസ് ആഡ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ വിഡ്രോയിങ് മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ 200 രൂപ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലോട്ട് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റെഫറൽ കോഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്ത് അവരിത് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ 10 രൂപ നിങ്ങൾക്ക് ഇതിലോട്ട് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കളിച്ചിട്ട് ഏൺ ചെയ്യാവുന്നതാണ്. ഇത്ര സിമ്പിൾ ആൻഡ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. 24/7 നിങ്ങൾക്ക് ഇതിൽ ഹെൽപ്പ് ലൈനും അവൈലബിൾ ആണ്. ഓക്കെ, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റും ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്കറ്റിൽ പല ടൈപ്സ് ഓഫ് USB ഡോങ്കിൾസ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് TP-Linkന്റെ ഒരു USB ഡോങ്കിളാണ്. മോഡലൊന്നും എനിക്ക് വലിയ ഓർമ്മയില്ല. 3 ഇയർ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു USB ഡോങ്കിളാണ് ഇത്. ഈ ഒരു ബ്രാൻഡിന്റെ, ഒരു TP-Linkന്റെ ബ്രാൻഡിന്റെ ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ഡോങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ചൂസ് ചെയ്തത്. പിന്നെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള D-Linkന്റെ ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു TP-Linkന്റെ തന്നെ മാക്സിമം എടുക്കാൻ നോക്കുക. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 450, 500 ആ റേഞ്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് 100, 150 രൂപ മുതൽ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഈ ഒരു ഡോങ്കിൾ അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചില ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ കാരണം നിങ്ങൾ ക്വാളിറ്റി കുറഞ്ഞത് വെക്കുന്ന സമയത്ത് എന്തായാലും ഒരു ക്വാളിറ്റി കുറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ എത്ര വലിയ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും
ക്വാളിറ്റി കുറഞ്ഞ നെറ്റേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് നിങ്ങൾക്ക് അതിൻ്റെ പിങ് കുറവായിരിക്കും, അതുപോലെ തന്നെ അതിന് റിസീവ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി കുറവായിരിക്കും. മേ ബി 300 Mbps റിസീവ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും മേ ബി അതിലാറ് എഫിഷ്യൻറ്റ് കുറച്ചുകൂടി ഒരു 150-ൻ്റെതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ മാക്സിമം ഇത് തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. ഇത് USB ഡോങ്കിൾ ആണ്, മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് അത് കുറച്ചുകൂടെ പിങ് കുറവായിരിക്കും. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലേറ്റൻസി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗെയിമേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിന് കുറച്ച് റേറ്റ് ഉണ്ട്, അത് ഇതിലാറെ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ ഒരു 750 മുതൽ 1500 വരെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഗെയിമേഴ്സ് എന്ന് പറയുന്നത് ഈ സ്പോർട്സ് ലെവലിൽ കളിക്കുന്ന ആളുകൾ കേട്ടോ. ഇപ്പോൾ കോമ്പറ്റീറ്റീവ് ആയിട്ട് കളിക്കുന്ന ആളുകൾക്ക് മാത്രമേ പ്രിഫർ ചെയ്യുന്നുള്ളൂ. നോർമൽ ഗെയിംസ് ഒക്കെ നോർമൽ ലെവലിൽ കളിക്കുന്ന ആളുകൾക്കൊന്നും ഞാനത് വലിയ രീതിക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും കേട്ടോ. ഓക്കെ, അത് സീനൊന്നുമില്ല. ഇതുപോലത്തെ മദർ ബോർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഇനി ഇതിൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള X570 ബോർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, പൈസ ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ബഡ്ജറ്റ് ആയിട്ട് സാധനങ്ങൾ നോക്കുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പർച്ചേസ് ചെയ്ത് ഇതിൽ ബോക്സിൽ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ ഓക്കെ, ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഒരു ഡ്രൈവർ ഡിസ്ക് ആണ്. ഓക്കെ, ഇപ്പോൾ ഉള്ള PC ഒന്നും ഡിസ്ക് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, ജസ്റ്റ് USB പരിപാടി മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പേടിക്കേണ്ട. ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെ കറക്റ്റ് ആയിട്ട് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഈ ഒരു TP ലിങ്കിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150 Mbps വരെയാണ് ഇതിന് റിസീവ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി. അതുപോലെ തന്നെ 3 ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വിൻഡോസും മാക്ക് അതുപോലെ തന്നെ ലിനക്സിൻ്റെ പ്ലഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു നിങ്ങളൊരു പ്രൊഫഷണൽ വർക്കേഴ്സ് ആയിട്ടുള്ള Macintosh ഒക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് യൂസ്ഫുൾ ആവും. കാരണം മാക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഈവൻ പഴയ ലാപ്ടോപ്സ് ഒന്നും വൈഫൈ ഇൻ്റർനെറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. ഓക്കെ, അപ്പോൾ അവർ ചിലപ്പോൾ ഡ്രൈവർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങളുടെ വൈഫൈൻ്റെ ചിപ്പ് പോയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി യൂസ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തപ്പം ആ ഒരു ലാപ്പിൽ ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് 2.4 GHz ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. USB വലുപ്പത്തിൽ വരുന്നത് കൂടെ ഉണ്ട്. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളതും അതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഫസ്റ്റ് ടൈം ഞാൻ വൈഫൈ എൻ്റെ ഒരു BSNLൻ്റെ ഷോക്ക് കണക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതായിരുന്നു ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത്. ഇപ്പോഴാണ് ഞാൻ LAN വഴി ക്ലിയർ ആയിട്ട് കണക്ട് ചെയ്തത്. ഒരു 3 months ഒക്കെ ആവുന്നുള്ളൂ ഞാൻ LAN വഴി കണക്ട് ചെയ്തത്. അതിന് മുന്നേ ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഒരു തരത്തിലുള്ള സീനും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇതിൽ നിന്ന് LANിലോട്ട് പോയ സമയത്ത് ആകെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത് ഒരു 1 to 2 Mbps ഒരു സ്പീഡ് ജസ്റ്റ് ഒരു കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ മെയിനായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇതിൻ്റെ ലേറ്റൻസി കുറഞ്ഞിട്ടുണ്ട്. അതായത് MS നിങ്ങൾക്ക് പിങ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അത് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ എനിക്കൊരു 20 മുതൽ 25 വരെയായിരുന്നു കിട്ടിയത്. പക്ഷേ LAN വഴി കണക്ട് ചെയ്ത സമയത്ത് എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ 17 MS ആണ് എപ്പോഴും കിട്ടുന്നത്. ഞാൻ ഏതൊരു ടൈമിൽ ഇത് ടെസ്റ്റ് ചെയ്താലും 17 MS കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്, LANൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. നിങ്ങൾ ഇതിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ആവറേജ് എന്ന് പറയുന്നത് 23 ആ ലെവലിലൊക്കെ ആയിരുന്നു കിട്ടിയത്. ഒരു നോർമൽ യൂസേഴ്സിനെ അപേക്ഷിച്ച് അത് വലിയൊരു സീനില്ല. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ PC കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഡ്രൈവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക, എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ PC ഇൻ്റർനെറ്റ് ഉണ്ട്. ഞാൻ LAN വെച്ചാണ് കണക്ട് ചെയ്തത്. ഡോങ്കിൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് ഡോങ്കിൾ അഡാപ്റ്റർ എന്നൊക്കെ പറയട്ടോ, സംഭവം സെയിം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഇപ്പം എൻ്റെ LAN ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ LAN കണക്ഷന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിൽ PC നെറ്റ് ഇല്ല. ഇനി ജസ്റ്റ് ഇത് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ USB പോർട്ടിൽ അത് കണക്ട് ചെയ്തു. ഇത് നിങ്ങളുടെ PC ഡിറ്റക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതിന് ഒരു ഭാഗം എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് റീഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു സൈറ്റ് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇത് ക്ലിയർ ആയി. ഇപ്പോൾ ഇതിൽ ഇൻ്റർനെറ്റ് വന്നു. ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തതുകൊണ്ടാണ്. ഇവൻ ഫസ്റ്റ് ടൈം കണക്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മേ ബി ഇങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ഇതിൻ്റെ ഈ ഒരു CD ഡ്രൈവർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ CD ഡ്രൈവ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിലുള്ളത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇതിൻ്റെ CD ഡ്രൈവ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്യുക. അതിൽ ജസ്റ്റ് TP ലിങ്ക് എന്ന് അടിക്കുക. എന്നിട്ട് പിന്നെ നിങ്ങളുടെ ഇവിടെ ഉള്ള ഒരു മോഡൽ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഈ ഒരു മോഡൽ ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു മോഡൽ ഇതിൽ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ഒരു ലിങ്ക് ഉണ്ടാവും, ഡൗൺലോഡ് ഡ്രൈവർ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു മോഡൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയല്ല എന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതിൽ ഡ്രൈവർ പ്രോപ്പറായിട്ട് റൺ ആവില്ല. അതിന് നിങ്ങൾ നിങ്ങളുടെ വേർഷൻ സെലക്ട് ചെയ്യുക. അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതിൻ്റെ ബോക്സിൻ്റെ ഈ ഒരു സീരിയൽ നമ്പറിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും V1 ആണോ V3 ആണോ എന്ന്. ഇതിപ്പോൾ V3 ആണ്, അതുകൊണ്ട് ഞാൻ V3 ബൈ ഡിഫാൾട്ട് ആയിട്ട് സെലക്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഡ്രൈവർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിൻഡോസ് 10-ൻ്റെത് 32 and 64 ബിറ്റ് എന്നുള്ളത്. അത് ഡൗൺലോഡ് ചെയ്യുക. ഈവൻ നിങ്ങളുടേത് വിൻഡോസിൻ്റെ XP അല്ലെങ്കിൽ 7 or 8 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് അതിൻ്റെ ഡ്രൈവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഇതിലൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാക്OSൻ്റെതും ലിനക്സിൻ്റെതൊക്കെ ഇതിൽ തന്നെ ഡ്രൈവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ഡ്രൈവറിൻ്റെ ഒരു RAR ഫോർമാറ്റ് ആണ്. ജസ്റ്റ് ഒന്ന്
എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫയൽ വരും. അതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും setup.exe ഫയൽ. അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി എൻ്റെ ഇതിൽ റൺ ആയതുകൊണ്ടാണ് വരാത്തത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു പേജിലോട്ട് വരാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതൊരു ചെറിയ പി സിയിലും ഏതൊരു വൈഫൈ ഇല്ലാത്തൊരു ഹൈ എൻഡ് പി സിയിലും നിങ്ങൾക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. USB ടെതറിംഗ് ഉണ്ട്. കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു USB-യുടെ ഡോങ്കിൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണം. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിലേ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് മാക്സിമം ആളുകളായിട്ടുണ്ട്. ഇനി അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ മാക്സിമം എന്നാണ് കാണിക്കുന്നത് ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ കറൻലി ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന്. നമ്മുടെ ഡിസ്കോഡിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, പെട്ടെന്ന് അതൊക്കെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു PC ബിൽഡ് വീഡിയോ ആയിട്ടൊക്കെ തന്നെ കാണാം. സീസൺ ബൈ.